ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും ജോലിയൂട്ടിയും ജയ്തൂട്ടനും കൂടെ ഷോപ്പിങ്ങിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പേരും കൂടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ ലിസ്റ്റൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേർക്ക് നല്ല ഉത്സാഹമാണ് പോകാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നടന്ന് വേണം ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവരിതേ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. പോണ വഴിക്ക് ചോക്ലേറ്റ് മേടിച്ച് തന്നെ, പിന്നെ അവിടെ നിന്ന് അത് മേടിക്കണം ഇത് മേടിക്കണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നും പറഞ്ഞാണ് ജയ്തൂട്ടൻ പോകുന്നത്. അത് കാരണം പോകാൻ നല്ല ഉത്സാഹം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്, സിറ്റി സെൻറ്ററിന് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഇതാണ്. അപ്പോൾ അവിടെ ആ ബോർഡിലായിട്ട് ഇങ്ങനെ ഏത് ബസ്സാണ് വരുന്നതെന്നുണ്ട്. അപ്പോൾ ജോലിയൂട്ടി അത് നോക്കി. പിന്നെ ജയ്തൂട്ടൻ അവിടെ പോയിരിക്കുവാണ്. ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. പേരും ആ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ തന്നെ കയറിയിരുന്ന്. അപ്പോൾ അവർക്കിങ്ങനെ വശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഡബിൾ ഡക്കർ ബസ്സാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിയിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടുപോകാം. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കാറിലൊക്കെ പോകുന്നതിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ വേഗം അങ്ങ് എത്തും. പിന്നെ കാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ജയ്തൂട്ടൻ പിന്നെ വണ്ടിയിൽ കയറിയാൽ ഉറങ്ങാൻ തുടങ്ങും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് അവനിങ്ങനെ കടിച്ച് പിടിച്ച് ഉറങ്ങാതിരിക്കും. പക്ഷെ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളിത് അവിടെ എത്തി. അവിടെ ഇറങ്ങി സിറ്റിയൊക്കെ ഉണ്ട് ഒന്ന് കണ്ടു. ഇതാണ് ഡബ്ലിൻ സിറ്റി സെൻറ്റർ. അപ്പം ഇവിടെയാണെന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നേക്കണേ. ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന്, സാറ്റർഡേ ആണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ഞങ്ങളിത് ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. പിന്നെ ഡാൻസിൽ കയറി. ഡാൻസിൽ പിള്ളേരുടെ സെക്ഷനിലായിട്ട് ചെന്നപ്പോൾ തന്നെ പേര് ഹാപ്പിയായി. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ അതിൽ നടന്ന് കണ്ടുപിടിച്ച് അമ്മ അത് വേണം ഇത് വേണം എന്നും പറഞ്ഞ് എനിക്ക് നല്ല പണിയായിരുന്നു ഇന്ന്. അവർ മേടിച്ചു കൂട്ടാത്ത സാധനങ്ങളില്ല. പിന്നെ ഞങ്ങൾ ഡാൻസിന് ഇറങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ മതപരമായ കുറേ ചടങ്ങുകളൊക്കെ നടത്തി പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു കൂട്ടം ആളുകളൊക്കെ എല്ലാവരും അവർ സന്തോഷത്തോടെ നോക്കി ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെന്നീസിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് അപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് മാക്ഡൊണാൾഡ്സിൽ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പിള്ളേർക്ക് ഫോട്ടോസിനൊന്നും പോസ് ചെയ്യാനുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സ്കെച്ചേഴ്സിൽ കയറി. അവിടെ ഇഷ്ടം പോലെ ഷൂസ് ഉണ്ടായിരുന്നു. അതിലെല്ലാം സെയിലുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ കയ്യിലൊക്കെ ഹാഫ് പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 3 പേർക്കും ഓരോ ജോഡി ഷൂ വാങ്ങി. ജുവലാണെങ്കിൽ തന്നെത്താൻ സെലക്ട് ചെയ്തു അവർക്ക് ഷൂ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്പയർ ഓഫ് ഡബ്ലിൻ്റെ ഫ്രണ്ടിലിട്ട് വന്നു. ഇതാണ് സ്പയർ ഓഫ് ഡബ്ലിൻ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ഡബ്ലിൻ പോർട്ടൽ കണ്ടു. ഈ ഡബ്ലിൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് ക്ലോസ് ആക്കി വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് ഇന്ന് ഉച്ച കഴിഞ്ഞെങ്ങാണ്ടാണ് ഓപ്പൺ ചെയ്തത്. പിന്നെ ഇത് ഈ ഡബ്ലിൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഡബ്ലിൻ സിറ്റിയും ന്യൂയോർക്ക് സിറ്റിയും കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. നമുക്ക് കാണാൻ പറ്റും ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ആൾക്കാർ ഡബ്ലിൻ സിറ്റിയിലുള്ള ആൾക്കാരെ കാണുന്നത്. ഇവിടെ നിന്നുള്ള ആൾക്കാർ അവർക്ക് ഹായ് പറയുന്നു. പിന്നെ കുറേ ടൂറിസ്റ്റും എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അത് കാണുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി, അതിൻ്റെ പുറകിൽ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ജോലും ചെയ്തും കൂടെ അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഡബ്ലിൻ പോർട്ടൽ അതിങ്ങനെ പ്ലാനറ്റിനെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി വീട്ടിലോട്ടുള്ള ബസ്സിൽ കയറിയിരുന്നു.
ഒരു അരമണിക്കൂറോളം എടുക്കും വീട്ടിലെത്താനായിട്ട്. അരമണിക്കൂർ കൂടുതലെടുക്കും. അപ്പോൾ എന്നത്തെയും പോലെ ജയതൂട്ടന് ഉറക്കം തുടങ്ങി. ബസ് കയറിക്കഴിഞ്ഞാൽ അവൻ ഉറക്കം വരും. ജൂലൂട്ടിക്കും പയ്യെ ഉറക്കം വരുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ എഴുന്നേൽക്കുമല്ലോ. സാധനങ്ങളൊക്കെ കൊണ്ടല്ലേ പോകാൻ പാടായിരിക്കും. പിന്നെ വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചതൊക്കെ എടുത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ആകെ ഒരു സുഖമില്ല കേട്ടോ. ഇത് ബബിൾ ഗണ്ണാണ്. ബബിൾ ഗൺ രണ്ടുപേരും കൂടെ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ്, ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസവും. അങ്ങനെ ഞങ്ങളെ ചാനൽ പിന്നെയും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം.